ആ ശിവേട്ടാ നമസ്കാരം. എന്തല്ല അറിയാലോ, നമ്മളെ കല്യാണം എത്തിപ്പോയി. പോരയിലെ പണിയൊന്നും നടന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ, ഒന്നും ശരിയാക്കില്ല. അതുകൊണ്ട് കത്ത് ഞാൻ വാട്സപ്പിൽ അങ്ങ് അയക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, കുടുംബസമേതം വരിക, സ്വീകരിക്കുക. ഓക്കെ, അറിയാലോ നമ്മളെ വിഷമം അറിയാലോ. അതുകൊണ്ടാട്ടോ വേറെ വിചാരിക്കുന്നത്. പണിക്കാരെ കൊണ്ട് ഒരു പണിയും തീർന്നിക്കില്ല ഇവിടെ. എല്ലാം ഓരോരുത്തരും നിൽക്കുന്ന. അല്ല സുധാകര, ഈ രാവിലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുന്നില്ല. എന്തെന്നാ കുഞ്ഞുമോനെ കാണണ്ടായിപ്പോയെ? നോക്ക്, വട്ടത്തിലാക്കല്ലേ. ഞാൻ ഒരാണി തപ്പി അടക്കുക. ഷർട്ടൊന്ന് തൂക്ക്. ഇനിയും പണി തുടങ്ങിയില്ലടാ. അതെല്ലാം ഞാൻ വേഗം തീർത്ത് തരൂ. നോക്ക്, വട്ടത്തിലാക്കല്ലേ. ഇല്ല മോനെ, ഞാൻ മാറ്റുന്ന പെയിന്റ് അല്ലാണ്ട് ഇന്റെ വക പെയിന്റ് വാങ്ങിക്കോ ഇവിടെ. അതെന്തായാലും അല്ല, ഇത് തീരുന്നില്ല അടിച്ചിട്ട്. അത് നിങ്ങൾ ബേജാറാണ്ട. സാധാരണ ഞങ്ങള് കല്യാണം കഴിഞ്ഞാലേ പണി തീർക്കില്ല. വട്ടത്തിലാക്കല്ലേ. അല്ല സുധാകരട്ടാ, ഇയാളെന്ന് ഇടക്കിടക്ക് വട്ടത്തിലാക്കല്ലേ എന്ന് പറയുന്നത്. അല്ല, അത് എനിക്ക് തിരിഞ്ഞില്ല. ഇയാൾ ഉദ്ദേശം എന്നറിയോ, എന്നെ ഇടങ്ങാറാക്കരുത്, സുയിപ്പാക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഈ വട്ടത്തിൽ എന്ന് പറയുന്നത്. ഇയാൾ എന്ത് പറഞ്ഞാലും കൂട്ടി വട്ടത്തിലാ പറയുക. ഇയാളെ നാട്ടുകാർ വിളിക്കുന്ന പേര് തന്നെ അറിയോ, വട്ടത്തിൽ മോഹൻ എന്നാ. ഇതോട്ടെ വെള്ളം, ഇതാ ചൂടുവെള്ളം. ആവട്ടാ, ഇതൊക്കെ 1000 പപ്പടത്തിന് ഏൽപ്പിച്ചു തന്നെ ഞാൻ. 3-4 ദിവസത്തെ കല്യാണത്തിനുള്ളൂ. വട്ടത്തിലാക്കല്ലേ കുഞ്ഞുമോനെ. മോനട്ടോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാൻ അങ്ങോട്ട് വരില്ലേനോ? ഞാൻ വാടകക്കാരൻ്റെ അടുത്ത് പോയാലോ. അത് ശരി, ഇന്നേ കൂടി കാണാനെന്ന് വെച്ച് വന്നതാ. നിങ്ങൾ അതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? ഞാനും കൊണ്ടുവരില്ലേനോ? അത് സാരല്ലടോ, നിനക്കറിയാലോ ഞാൻ തന്നെയല്ലേ എല്ലാത്തിലും ഓടി നടക്കാനുള്ളൂ. പിന്നെ ബേജാറായിട്ട് പോയിട്ടാ. പിന്നെ നമ്മളെ പപ്പടം ഓക്കെ അല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാക്കി വെച്ചാ ഞാൻ ഇവിടെ. നോക്കിക്കളത്. ഇതെന്താ ഇത് പപ്പടം ഇങ്ങനെ? ഇതെന്താ മോനെ? എൻ്റെ മോനട്ടാ, ഏറെ ഓർഡർ ഞാൻ എടുത്തേക്ക്. ഇങ്ങനെ ഒരു ഓർഡർ ആദ്യമായിട്ടാ. ശേഷം പണി കൂടിക്കെങ്കിലും ഒറ്റയൊന്ന് ഞാൻ വട്ടത്തിലാക്കി. എന്നാലും ഇനി എന്നെ എങ്ങനെ വട്ടത്തിലാക്കും ഞാൻ വിചാരിച്ചു.